ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സൈഡ് ഡിഷായ തക്കാളി ചട്നിയാണ്. ഇത് ദോശ, ഇഡ്ഡലി, വട, ചപ്പാത്തി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 3 തക്കാളി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് സവോള, ഒരു 3 അല്ലി വേപ്പില എന്നിവയാണ്. ഇതൊക്കെ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഇൻഗ്രീഡിയൻസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചമുളക് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവോള അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി സവോള എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവോള ഇപ്പോൾ പാതി വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി അരിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളതിൻ്റെ തൊലി അരിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം തക്കാളി അരിയാൻ. തൊലി നമ്മളിതിൽ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ തൊലി നമ്മൾ ഒന്നില്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ അത് അരിഞ്ഞ് കളയുക. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് വറ്റൽമുളക് ചതച്ചത് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ ഒന്ന് തക്കാളിയും സവോളയൊക്കെ ഒന്ന് നല്ലപോലെ വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ സവോളയും തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം അധികമായി പോകരുത്, കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഈ പാത്രത്തിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ചെടുത്ത് അതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി താളിച്ച് ഒഴിച്ചെടുക്കാം. തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച് നമുക്ക് കുറച്ച് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. മാവ് എല്ലാ തട്ടിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് വലിയൊരു കുക്കറിലേക്ക് വെച്ച് ഇത് ആവി കയറ്റി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം. ഇത് ഇഡ്ഡലിയോടൊപ്പം മാത്രമല്ല കേട്ടോ, ദോശ, അതുപോലെ തന്നെ വട, ചപ്പാത്തി എന്നിവയോടൊപ്പം കഴിക്കാവുന്ന നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. നല്ല അടിപൊളി ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ചട്നിയാണിത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാചക ഐഡിയാസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.